ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലക്കാടുകാർക്ക് വളരെ പ്രിയപ്പെട്ട കുമ്പളങ്ങ ചിക്കൻ കറിയാണ്. പാലക്കാട് കല്യാണ വീടുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഷാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ചൂടാറാതെ കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷനും താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഇടുക. ആദ്യം തന്നെ നമുക്ക് കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിന് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. എൻ്റെ ഈ പച്ചമുളകിന് നല്ല എരിയുള്ളതുകൊണ്ടാണ് ഞാൻ 2 മാത്രം ഇട്ടിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല രീതിയിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഇത് പിങ്ക് കളറാവും, ഒന്ന് ചെറുതായിട്ട് വെന്ത് പിങ്ക് കളറാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയിലെ ആവശ്യം, സവാളയ്ക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇനി ഈ സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തണം. കാര്യം നല്ല ബ്രൗൺ കളർ എത്തിയില്ലെങ്കിൽ ഒരു പച്ച ചെവ പോലെ കിടക്കും. ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗണിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നുള്ള കണക്കിനാണ് ഞാനിവിടെ ഇട്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരയ്ക്കും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി നല്ല രീതിയിലൊരു പേസ്റ്റ് കുഴമ്പത്തിലെത്തണം. എന്നിട്ട് നമുക്കിനി അതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ. ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ ഈ മസാലയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി ഇട്ട് കൊടുക്കാൻ, അടിയിൽ പിടിക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലിപ്പോഴും വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കാരണം ഇതിന് ചിക്കനിലുള്ള വെള്ളം തന്നെ ഊറി ഇറങ്ങിയാൽ മതി. ഇതിൽ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമുക്കിനി ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് വെന്തിട്ട് വെള്ളം ഊറി ഇറങ്ങും. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരു തുള്ളിയും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുമ്പളങ്ങ കനം കുറച്ച് നീളത്തിന് അരിഞ്ഞ കുമ്പളങ്ങ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഈ കുമ്പളങ്ങയും ചിക്കനും ആ കറി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ഇതിൽ വെള്ളം ഒഴിക്കരുത്. കാര്യം കുമ്പളങ്ങയിൽ ശരിക്കും വെള്ളം ഉള്ളൊരു കണ്ടൻ്റ് ഉള്ളൊരു സാധനം, ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇത് ഇനി അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനും കുമ്പളങ്ങയും കൂടെ വേവും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം. കണ്ടോ, കുമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ചിക്കനും കുമ്പളങ്ങയും എല്ലാം നല്ല രീതിയിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ഞാൻ തീരെ ഒഴിച്ചെടുത്തില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് ഇതേപോലെ നല്ല രീതിയിലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണം തേങ്ങ അരയ്ക്കാൻ, അപ്പം നല്ല പേസ്റ്റായി കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളം ഊറി ഇറങ്ങിയില്ലെങ്കിൽ ഇതിൽ ചൂടുവെള്ളമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ ഈ കറിയിലോട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കറിയായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തായിരുന്നു. കണ്ടോ,
ഇപ്പോൾ എനിക്ക് കറിയൊക്കെ അതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചതേ ഇല്ല, കറിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കറി റെഡി ആയിട്ടുമുണ്ട്. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ്, നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരെ till then bye bye.